നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായി എല്ലാവരും എന്നോട് ടൊയോട്ട അർബൻ ക്രൂയിസർ എവിടെ നമ്മുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആ മോഡലാണ്, ടൊയോട്ട അർബൻ ക്രൂയിസർ. ടൊയോട്ടയുടെ വാഹനങ്ങൾ ഏത് വരുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും അങ്ങേയറ്റം ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. മലയാളികൾ, ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ടൊയോട്ടയോട് വളരെയധികം ആഭിമുഖ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ വാഹനങ്ങൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നതും കേരളം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പാക്റ്റ് SUV ടൊയോട്ടയിൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ആകാംക്ഷയോടുകൂടിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു ആകാംക്ഷയുടെ അവസാന ഫലമാണ് ഇപ്പോൾ ഈ എന്നോടൊപ്പം കാണുന്ന അർബൻ ക്രൂയിസർ എന്ന് പറയുന്ന മനോഹരമായ ഈ ഒരു ചെറിയ SUV. ഈ ഒരു SUV എന്ന് പറയുന്നത് ജനിച്ചിരിക്കുന്നത് ടൊയോട്ടയുടെയും അതുപോലെ തന്നെ സുസുക്കിയുടെയും ഒരുമിച്ചുള്ള പ്രയത്നത്തിലാണ്. ഈ രണ്ട് കമ്പനികളും ഇന്ത്യയിൽ ജോയിൻറ്റ് വെഞ്ചറിലാണ് പോകുന്നത് പല കാര്യങ്ങളിലും. അതിൻ്റെ ഭാഗമായിട്ടാണ് ടൊയോട്ട ഗ്ലാൻസ എന്ന ഹാച്ച് ബാക്ക് വന്നത്. അത് നമുക്കറിയാം. അതിൻ്റെ ഒരു ബേസ് മോഡൽ എന്ന് പറയുന്നത് മാരുതിയുടെ ബലേനോയാണ്. ബലേനോ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു പ്രീമിയം ഹാച്ച് ബാക്കാണ്. ഈ വാഹനത്തിൻ്റെ ബേസിക് രൂപം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ മാരുതി വിറ്റാര ബ്രസയാണ്. വിറ്റാര ബ്രസ മാരുതിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളിലൊന്നാണ്. കാരണം വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന കോമ്പാക്റ്റ് SUV ആണ് വിറ്റാര ബ്രസ. 5.5 ലക്ഷം യൂണിറ്റുകളാണ് വെറും 3-3.5 വർഷം കൊണ്ട് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടത്. ഈ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന അഖിൽ അപ്പുക്കുട്ടൻ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് വിറ്റാര ബ്രസ തന്നെയാണ്. എല്ലാവരും അങ്ങേയറ്റം ഹാപ്പിയാണ്. എന്ന് തന്നെയുമല്ല, മാരുതിയുടെ വാഹനങ്ങളിലെ ഏറ്റവും അധികം സുരക്ഷാ സന്നാഹങ്ങളുള്ള മോഡലും വിറ്റാര ബ്രസ തന്നെയാണ്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാറുകൾ വാങ്ങിച്ച വാഹനമാണ് വിറ്റാര ബ്രസ. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ടൊയോട്ട ഈ ഒരു വാഹനം തന്നെ അവരുടേതാക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്തായാലും വിറ്റാര ബ്രസ എന്ന് പറയുന്ന വാഹനം അവിടെ നിൽക്കട്ടെ. നമുക്കൊരു പുതിയ വാഹനമായിട്ട് തന്നെയാണ് ഈ വാഹനത്തെ കാണേണ്ടത്. കാരണം ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടൊയോട്ടയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് വിളിക്കാവുന്ന വാഹനത്തിൽ നിന്നും പാടെ വിഭിന്നമാണ് മുൻഭാഗം ഒക്കെ എന്ന് കാണാം. അർബൻ ക്രൂയിസറിൻ്റെ മുൻഭാഗം ടോട്ടലി ഒരു ടൊയോട്ട വാഹനമാക്കി തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ടൊയോട്ടയുടെ വാഹനങ്ങളുടെ ആ ഒരു SUV-ത്വം എന്ന് പറയുന്ന കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഡിസൈൻ എലമെൻസിലും മാറ്റം വരുത്തിയിരിക്കുന്നത്. മുൻഭാഗത്ത് പ്രധാനമായിട്ടും കാണുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ 2 സ്ലാറ്റ് ഗ്രില്ലാണ്. അത് പൂർണ്ണമായും ക്രോമിയത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ തരത്തിലുള്ള ചില എലമെൻസും കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. നടുവിൽ ടൊയോട്ടയുടെ വലിയ ലോഗോ കാണാം. അതിന് താഴെയുള്ള ഭാഗവും പൂർണ്ണമായിട്ടും മാറിയിരിക്കുകയാണ്. അതായത് ഈ മുൻഭാഗത്തുള്ള ഈ ഒരു ബമ്പറിൻ്റെ ഭാഗം പാടെ മാറിയിട്ടാണ് ഇപ്പോൾ അർബൻ ക്രൂയിസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ കാണാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കാണുന്ന ക്രോമിയത്തിൻ്റെ കനത്ത ലൈനിനുള്ളിൽ കാണുന്ന ഫോഗ് ലാമ്പാണ്. അതിന് ചുറ്റും ഒരു എയർ ഡാം പോലുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു നെറ്റഡ് ഭാഗം കൊടുത്തിട്ടുണ്ട്. എയർ ഡാം അല്ല പക്ഷേ അത്. അതുപോലെ താഴെയായിട്ടും വലിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രൂപം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, മനോഹരമാണ്. അതിൻ്റെ മുകളിൽ കണ്ണെഴുതിയതുപോലുള്ള ഒരു ഭാഗം കൂടി കാണാം. ഒരു ക്രോമിയം ലൈനാണത്. ഈ ഒരു ക്രോമിയം ഫിനിഷുള്ള ഗ്രില്ലും അതിൻ്റെ വശങ്ങളിലേക്ക് കാണുന്ന ക്രോമിയത്തിൻ്റെ ഈ ഒരു പ്ലേറ്റും അതിൻ്റെ തുടർച്ച പോലെ കാണിക്കുന്ന ഈ കണ്ണെഴുതിയതുപോലുള്ള ഭാഗവും എല്ലാം കൂടി ചേരുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡിസൈൻ രീതിയാണ് മുൻഭാഗത്തിനെന്ന് പറയാം. തന്നെയല്ല, ഈ കാണുന്ന ചെറിയ രീതിയിലുള്ള കട്ടുകളും ക്രീസുകളും എല്ലാം തന്നെ ഓർപ്പിക്കുന്ന ഒരു SUV ലുക്കിനെയാണ്. അങ്ങനെ കുറേ കൂടി ഒരു കനത്ത മുൻഭാഗം, അല്ലെങ്കിൽ ഒരു SUVക്ക് ചേരുന്ന മുൻഭാഗമാണ് അർബൻ ക്രൂയിസറിനെന്ന് പറയാം. ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുന്ന നമ്മൾ മോഡലിനേക്കാളും കുറേ കൂടി അഗ്രസീവാണ്, കുറേ കൂടി സ്പോർട്ടിയാണ് മുൻഭാഗത്തിൻ്റെ രൂപകൽപ്പന എന്നാണ് പറയാവുന്നത്. എന്തായാലും ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിക്കാണ് ലോകത്തിലെ ഏറ്റവും അധികം SUVകൾ ഉള്ളത്. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അർബൻ ക്രൂയിസറിൻ്റെയും മുൻഭാഗത്തെ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് പോകാം. വശക്കാഴ്ചയിൽ കാര്യമായ വ്യത്യാസമൊന്നും നമ്മൾ പറഞ്ഞ മോഡലുമായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. 16 ഇഞ്ച് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ട്വിൻ കളർ ഡിസൈനാണ് അലോയ് വീലിന്. സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഈ കാണുന്ന ഭംഗിയുള്ള ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഭാഗം, അത് സൈഡ് വ്യൂ മിറേഴ്സിൽ കൊടുത്തിരിക്കുന്ന ഭംഗിയായിട്ടുണ്ട്. ഈ വാഹനത്തിൽ കുറേ എക്സ്ട്രാ ഫിറ്റിങ്ങുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഡെമോ വാഹനമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. താഴെ ഒരു ക്രോമിയം ലൈൻ പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയും മനോഹരമായ, അല്ലെങ്കിൽ SUVകൾക്ക് ചേരുന്ന രീതിയിലുള്ള ഡിസൈൻ ഏറ്റവും താഴെയായിട്ടും കൊടുത്തിരിക്കുന്നു. വശക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മറ്റ് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. നമ്മൾ ഇത്രയും കാലം കണ്ട 5.5 ലക്ഷം വാഹനങ്ങളിൽ കണ്ട അതേ രൂപം തന്നെയാണ് എന്ന് പറയാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ചെറിയ ചില ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്ന അർബൻ ക്രൂയിസർ എന്നുള്ള ഈ ഒരു ലോഗോയാണ്, അല്ലെങ്കിൽ ആ ഒരു ബാഡ്ജിങ് ആണ്. ഇവിടെ ടൊയോട്ടയുടെ ലോഗോയും കാണാം. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡയമെൻഷൻസിനൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലും വർധനവോ കുറവോ ഒന്നും സംഭവിച്ചിട്ടില്ല.
അല്ലെങ്കിൽ തന്നെ ധാരാളം ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണിത്. അതേപടി നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു പാഴ്സൽ ട്രേയും മേൽഭാഗത്ത് കാണാം. ചെറിയ സാധനങ്ങളും മറ്റും ചാടി നടക്കാതെ സൂക്ഷിക്കാവുന്ന ചെറിയ ട്രേ അതുമെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. LED ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. താഴെയും SUVകൾക്ക് ചേരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ ബമ്പറിലും തുടർന്നിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് നമുക്ക് ഡിസൈനിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടൊയോട്ടയുടെ വാഹനമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അർബൻ ക്രൂയിസറിനെ. ഗ്ലാൻസയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിരുന്നില്ല. ഗ്ലാൻസയുടെ കാര്യത്തിൽ ടൊയോട്ടയുടെ ഒരു രീതിയിലുള്ള വാഹനമായിട്ട് ഒറ്റ നോട്ടത്തിൽ തോന്നില്ലായിരുന്നെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് കാണുമ്പോൾ തന്നെ ടൊയോട്ട ആണല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്തായാലും ടൊയോട്ട റഷ് പോലെയുള്ള വാഹനങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അർബൻ ക്രൂസിൻ്റെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. സ്ഥിരമായിട്ട് വിറ്റാര പ്രസ് ഓടിക്കുന്നവർക്ക് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ തോന്നുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു അപ്ഹോൾസ്ട്രി ബ്രൗൺ നിറമായി എന്നുള്ളത് മാത്രമായിരിക്കും. മറ്റ് കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. പിന്നെ സ്റ്റിയറിംഗ് വീൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ടൊയോട്ടയുടെ ലോഗോ ആണെന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. ടൊയോട്ടയുടെ ലോഗോ എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ചും വലിയ ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് തന്നെ നമുക്ക് കാണാം. മറ്റ് കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും കാണാനില്ല. ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. അതിൻ്റെ ആ ഒരു ഫുൾ ബ്ലാക്ക് നിറത്തെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സിൽവർ ഫിനിഷുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് AC വെൻറ്റിൻ്റെയും മറ്റും ചുറ്റും കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് നമ്മളിതിൽ കാണുന്നത്. അതും ഒക്കെ അതേപടി തന്നെ സുസുക്കിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും അതുപോലെ തന്നെ നാവിഗേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ ഏറ്റവും മികച്ച ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇത്തരം വാഹനങ്ങൾ കാണാറുള്ളത്. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ്. അത് മനോഹരമായിട്ട് അതിൻ്റെ താഴെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസ് താഴെയുണ്ട്. അവിടെ USB പോർട്ടും മറ്റും കാണാം. ചാർജിങ് പോയിന്റും അവിടെ കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ബ്രൗൺ ഫിനിഷുള്ള ഒരു അപ്ഹോൾസ്റ്ററിയാണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായ രീതിയിലാണ് കുഷ്യൻ ചെയ്തിരിക്കുന്നത്. സുഖമായി ചേർന്നിരിക്കാവുന്ന രീതിയിൽ, നടുവ് ചേർന്നിരിക്കുന്ന രീതിയിൽ. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം. മറ്റ് വ്യത്യാസങ്ങളൊന്നും മുൻഭാഗത്തിരിക്കുമ്പോൾ കാണാനില്ല. എന്തായാലും മാരുതിയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിലൊന്നാണ് വിറ്റാര ബ്രസ്സ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ഉപയോഗിക്കുന്നവരെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇൻറ്റീരിയർ സ്പേസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ സ്റ്റോറേജ് സ്പേസിന് കുറവില്ല. ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിലും വലിയ ഒരു ബോട്ടിലും മറ്റ് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്പേസ് ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നടുവിൽ ടൊയോട്ടയുടെ ബാഡ്ജിങ് അല്ലെങ്കിൽ ലോഗോ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ വോളിയത്തിൻ്റെ കൺട്രോളുകളും ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളുമാണ്. അതുപോലെ പിൻഭാഗത്തായിട്ട് താഴെ ഈ കാണുന്നത് ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിയുടെ സ്വിച്ചുകളാണ്. അത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. തുടക്കത്തിൽ ഒരു സംശയം തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ മീറ്റർ കൺസോളും വളരെ ഭംഗിയുള്ള രീതിയിൽ സ്പോർട്ടി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ഇലുമിനേഷനാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററും റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന സ്പീഡോമീറ്ററുമാണ്. നടുവിൽ ഒരു ഇൻഫർമേഷൻ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് പല കാര്യങ്ങളും ഡിസ്റ്റൻസ് ടു MT പോലുള്ള കാര്യങ്ങൾ, ട്രിപ്പ് മീറ്റർ, അതുപോലെ ഫ്യൂവൽ ഗേജ് തുടങ്ങിയ കാര്യങ്ങളാണ് കാണാനാവുന്നത്. ഈ ഒരു ഭാഗം എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൽ ടൊയോട്ടയുടെ ലോഗോ കൂടി വന്നപ്പോൾ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അർബൻ ക്രൂസറിൻ്റെ പിൻഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് കാണാവുന്നൊരു കാര്യം ആംറസ്റ്റാണ്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തെ പോലെ തന്നെ ബ്രൗൺ നിറമുള്ള ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള കുഷനിങ് ആണ് ബാക്ക് സീറ്റിനും. അതിൻ്റെ തൈ സപ്പോർട്ട് മികച്ചതാണെന്ന് പറയാതിരിക്കാനാവില്ല. സുഖമായി ചേർന്നിരുന്നുകൊണ്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് പിൻഭാഗത്തിരിക്കുന്നവർക്കും വളരെ സുഖപ്രദമായൊരു യാത്ര തീർച്ചയായിട്ടും കിട്ടും. ഇതിലും നമുക്ക് മറ്റ് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. നമ്മൾ കണ്ടുവന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഒരു 3 കിലോയുടെ സാധനങ്ങൾ തൂക്കിയിടാവുന്ന ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ബോട്ടിൽ ഒരെണ്ണം സൂക്ഷിക്കാം. ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് ഡോർ പാഡിൽ സൂക്ഷിക്കാം. മാനുവലി ഉയർത്താവുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തിരിക്കുന്നവർക്കും വിസിബിലിറ്റി ഒട്ടും മോശമാകാത്ത രീതിയിൽ അപ്പം താഴ്ന്ന വിൻഡോ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് സുഖമാണ്. ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്ക് നീക്കിയിട്ടിട്ടും എനിക്ക് ലെഗ് സ്പേസിന് കുറവൊന്നുമില്ല. ആ രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ
സെൻട്രൽ ടണലും അല്പം ഉയർന്നിരിക്കുന്നതാണെങ്കിൽ പോലും 3 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം സുസുക്കിയുടെ ഫാമിലി വാഹനങ്ങളുടെ പ്രത്യേകതയാണ്. അത് നമുക്ക് അർബൻ ക്രൂസറിലും കാണാം. എന്തായാലും മറ്റ് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. സുഖമായി ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന പോലെ സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്നൊരു വാഹനമാണ് ഏറ്റവും പുതിയ ടൊയോട്ട അർബൻ ക്രൂസർ. ടൊയോട്ട അർബൻ ക്രൂസറിന് ഓട്ടോമാറ്റിക് മാനുവൽ വേരിയൻറ്റുകളുണ്ട്. സെയിം എൻജിൻ തന്നെയാണ്, നമ്മൾ വിറ്റാര ബ്രസയിൽ കണ്ടിരിക്കുന്ന അതേ എൻജിൻ തന്നെയാണ്. മാരുതി പെട്രോൾ എഞ്ചിനുകളിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ് എന്നറിയിച്ചപ്പോൾ നിലവിൽ വന്ന 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണിത്. സിയാസ് പോലെയുള്ള മോഡലുകളിലും എല്ലാം ഷെയർ ചെയ്യുന്നത് ഈ ഒരു എൻജിൻ തന്നെയാണ്. വളരെ റിഫൈൻഡ് ആയ എൻജിനാണിത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. മാനുവൽ ആകട്ടെ 5 സ്പീഡാണ്. അർബൻ ക്രൂസർ ഓടിക്കുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ക്യാരക്ടേഴ്സിലൊന്നും മാറ്റം വന്നതായിട്ട് തോന്നുകയില്ല. കാരണം വാഹനത്തിൻ്റെ വെയ്റ്റിലായാലും അല്ലെങ്കിൽ എൻജിനിലായാലും പവറിലായാലും ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിറ്റാര ബ്രസയുടെ മാനുവൽ പെട്രോൾ മോഡൽ ഓടിക്കുന്ന അതേ രീതി തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിൻ്റെതെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ ഡെമോ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ആണ്. എന്തായാലും എന്തുകൊണ്ടാണ് 5.5 ലക്ഷം മാരുതി വിറ്റാര ബ്രസകൾ വിറ്റഴിയാൻ കാരണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്നെനിക്ക് തോന്നുന്നു. ചെറിയ കുടുംബങ്ങൾക്ക് വളരെ സുഖപ്രദമായി നിവർന്നിരുന്ന് സുഖമായി യാത്ര ചെയ്യാവുന്ന ഒരു വാഹനമാണിത്. തന്നെയുമല്ല ഇതിൻ്റെ കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ് എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു വാഹനമാണ് മാരുതി വിറ്റാര ബ്രസ. വിറ്റാര ബ്രസയിൽ കുറച്ചുകൂടി അഡിഷൻസ് വേണമായിരുന്നു എന്നൊക്കെ നമുക്ക് പണ്ട് തോന്നുമായിരുന്നു. അത് സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ മറ്റ് ഏറ്റവും ആധുനികമായ അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വാഹനങ്ങളോട് പോലും കോമ്പീറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് വിറ്റാര ബ്രസ മാറുമായിരുന്നു. ഇനിയിപ്പോൾ ടൊയോട്ടയുടെ കയ്യിലേക്ക് ഈ ഒരു മോഡൽ വരികയും കുറേ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SUV ലുക്കിലേക്കൊക്കെ മാറ്റുകയും ചെയ്തപ്പോൾ ഇനി ഇത്തരം മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ ടൊയോട്ടയും അതുപോലെ സുസുക്കിയും ചേർന്ന് ഇനിയും പുതിയ പല വാഹനങ്ങളും വരാൻ പോകുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് വാഹനങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ തന്നെ ടോട്ടലി ന്യൂ മോഡൽസ് കൂടി വരാൻ പോവുകയാണ്. എന്തായാലും ലോകത്തിലെ ഏറ്റവും മികച്ച 2 വാഹന നിർമ്മാണ കമ്പനികളുടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് ഗുണം ചെയ്യും. അപ്പോൾ ഇനി വാഹനത്തിൻ്റെ എൻജിനിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1.5 ലിറ്റർ K സീരീസിൽ പെടുന്ന എൻജിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന ഈ എൻജിൻ K15 എന്നാണ് കമ്പനിയുടെ വൃത്തങ്ങളിൽ അല്ലെങ്കിൽ സുസുക്കിയിൽ അറിയപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയാസും എർട്ടിഗയും എല്ലാം ഓടുന്നത് ഈ ഒരു എൻജിനിൽ തന്നെയാണ്. 105 BSP ആണ് മാക്സിമം പവർ. 6000 RPMലാണ് മാക്സിമം പവർ ലഭിക്കുന്നത്. അതുപോലെ ടോർക്ക് 138 ന്യൂട്ടൺ മീറ്റർ ആണ്. അത് കിട്ടുന്നത് 4400 RPMലാണ്. മികച്ച മിഡ് റേഞ്ച് ഉള്ളൊരു വാഹനമാണിത്. അത് ഓടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് സിറ്റി ട്രാഫിക്കിലൊക്കെ ഈ വാഹനം ഓടിക്കാൻ ഒരു രസമുള്ളത്. 11.8 സെക്കൻഡ് കൊണ്ടാണ് 100 കിലോമീറ്റർ വേഗത എടുക്കുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങളിൽ മിക്കവയിലും ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുകളാണ് വരുന്നതെങ്കിലും മാരുതി ഇപ്പോഴും അതിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 1.5 ലിറ്റർ എഞ്ചിനിലൊക്കെ നിൽക്കുന്നത്. പക്ഷേ വളരെ മികച്ച സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ടും അതുപോലെ സുസുക്കി എപ്പോഴും പെട്രോൾ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെ വൈദഗ്ധ്യമുള്ളവരായതുകൊണ്ടും ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ടർബോ ചാർജ് അല്ലെന്നൊന്നും നമുക്ക് തോന്നുകയില്ല. വളരെ മികച്ചൊരു പഞ്ചി എൻജിൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. വളരെ ലൈറ്റാണ് ക്ലച്ച്. അതുപോലെ തന്നെ ഗിയർ റേഷ്യോകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന രീതിയിലാണ്. ഓട്ടോമാറ്റിക് ആകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പാണ്. എന്തായാലും AMT ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസമുള്ളൊരു കാര്യമാണ്. അർബൻ ക്രൂസിൻ്റെ കാര്യത്തിൽ മൈലേജ് കമ്പനി പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രസയുടെ കാര്യത്തിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനാണ് മൈലേജ് കൂടുതൽ പറഞ്ഞിരുന്നത്. അത് 18.76 കിലോമീറ്റർ പെർ ലിറ്ററാണ്.
മാനുവൽ ഗിയർ ബോക്സിന് അല്പം താഴെയാണ് പറഞ്ഞിരുന്നത് 17.03 km/ലിറ്റർ. എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡലിൽ മൈലേജ് കൂടാൻ കാരണമെന്ന് വെച്ചാൽ ആ ഒരു മോഡലിലാണ് മാരുതിയുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് SHVS എന്നാണ്. നമ്മൾ മാരുതിയുടെ മറ്റ് പല വാഹനങ്ങളിലും കണ്ടിട്ടുള്ള മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പാണിത്. ആ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിട്ടും അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ആയിട്ടും അല്ലെങ്കിൽ 4 സ്പീഡ് ആയിട്ട് പോലും മൈലേജ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു പുഷ് കൊടുക്കാനും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഒട്ടും കുറയാൻ നിർത്താനും, അതായത് ഒരിക്കലും ടോർക്ക് അങ്ങനെ താഴേക്ക് പോകാതെ എപ്പോഴും ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു പുഷ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലും കുറവ് സംഭവിക്കുന്നില്ല, പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുറവ് സംഭവിക്കുന്നില്ല. അതാണ് ഈ മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പിൻ്റെ ഗുണം. പക്ഷേ അത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലുകളിൽ ആ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ സസ്പെൻഷൻ്റെ കാര്യമൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ വിറ്റാര ബ്രസയുടെ സസ്പെൻഷനിൽ നിന്ന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. വിറ്റാര ബ്രസയുടെ സസ്പെൻഷൻ മികച്ച സസ്പെൻഷനാണ്. വളരെ കുറഞ്ഞ ബോഡി റോളേ ഉള്ളൂ എന്നുള്ളതും ആ വാഹനത്തെ ജനപ്രിയമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും അതെല്ലാം ഒരു മാറ്റവും ഇല്ലാതെ ഈ വാഹനത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാവുന്ന പോലെ തന്നെ മാരുതി വിറ്റാര ബ്രസയായാലും ഏറ്റവും പുതിയ അർബൻ ക്രൂയിസർ ആയാലും എല്ലാം തന്നെ മുൻപന്തിയിലാണ്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാറുകൾ വാങ്ങിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ 2 എയർ ബാഗുകൾ, അതുപോലെ തന്നെ ABS, EBD എല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സിൽ പെടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസറിൻ്റെ സവിശേഷതകളെന്ന് ചോദിച്ചാൽ, മുന്നിൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളുണ്ട്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പുകൾ LED ആണ്, പിന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡൽ, അതായത് പിന്നിലേക്ക് ഉരുളാതെ വാഹനത്തെ കാക്കുന്ന സംവിധാനം, അത് ഓട്ടോമാറ്റിക് മോഡലിലുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇൻറ്റീരിയർ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയാണ്. കൂടാതെ 4 സെൻസറുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ സ്പീഡ് വാണിംഗ് പോലുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൽ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡലിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പാണ്. അതിൽ ടോർക്ക് അസിസ്റ്റ് ഫംഗ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോമാറ്റിക് റിയർ വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഉൾഭാഗത്തെ വായു ശുദ്ധമാക്കുന്ന ഫിൽറ്റേഴ്സ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കൂടാതെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സുസുക്കിയുടെ ബാഡ്ജിങ്ങിൽ ഓടിച്ചുകൊണ്ട് നടന്നിരുന്നൊരു വാഹനം ഇപ്പോൾ ടൊയോട്ടയുടെ ബാഡ്ജിങ്ങിൽ ഓടിക്കുകയാണ്. ഓടിക്കുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് എൻട്രി ലെവൽ മോഡൽ ഈ വാഹനത്തിന് ഇല്ല എന്നുള്ള കാര്യമാണ്. അതായത് എല്ലാ ഫീച്ചേഴ്സും ഉള്ള മോഡലിലാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെയാണെന്ന് പറയാം. കൂടാതെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും വളരെ മുന്നിലാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ. ഇതിലൊക്കെ ഉപരി നമ്മളെപ്പോഴും പറയുന്ന പോലെ ടൊയോട്ടയുടെ സർവീസ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതാണ് അർബൻ ക്രൂയിസർ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ടൊയോട്ട അർബൻ ക്രൂയിസറിൻ്റെ വില നോക്കുകയാണെങ്കിൽ 8,45,000 ആരംഭിക്കുന്നത്, 8,45,000 രൂപയിൽ, അവസാനിക്കുന്നത് 11,62,000 രൂപയിലും. മിഡ്, ഹൈ, പ്രീമിയം ഇങ്ങനെ 3 വേരിയൻറ്റുകളാണുള്ളത്. അതായത് ഇതിൻ്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന മാരുതി വിറ്റാര ബ്രസയുടെ ഒരു എൻട്രി ലെവൽ മോഡൽ ഇതിലുണ്ടാവില്ല. ഇതിൽ വരുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റ് തൊട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വില വരുന്നത് 8,45 മുതൽ 11,62 വരെ. അതിൽ ഉള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആരംഭിക്കുന്നത് 9.86 lakhs-ലാണ്. ഹൈ എന്ന വേരിയൻറ്റിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 10,72,000 രൂപയാണ്. പ്രീമിയത്തിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 11,37,000 രൂപയുമാണ്. അപ്പോൾ ഇങ്ങനെ വിറ്റാര ബ്രസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 5,000 തൊട്ട് 10,000 രൂപയോളമൊക്കെയാണ് ഓരോ വേരിയൻറ്റിനും വില വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ മുൻഭാഗത്തും മറ്റും കണ്ടു കഴിഞ്ഞു എന്ന് തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ലെവൽ മോഡൽ ഈ വാഹനത്തിനില്ല എന്ന് തന്നെ പറയാം. 3 വേരിയൻസ് ഉള്ളത് തന്നെ മിഡ്, അതിന് പിന്നെ തൊട്ട് മുകളിലുള്ളത് ഏറ്റവും ഹൈ എന്നുള്ള 3 വേരിയൻസ് ആണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ടൊയോട്ടയുടെ സർവീസ് എന്ന് പറയുന്നത് വളരെ വിഖ്യാതമാണ്. ടൊയോട്ടയുടെ ഏത് വാഹനം വാങ്ങിച്ചവരും അത് വിൽക്കാതെ പോലും കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം സർവീസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള സർവീസാണ് ടൊയോട്ട എല്ലാ വാഹനങ്ങൾക്കും കൊടുക്കുന്നത്. തന്നെയുമല്ല, റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും ടൊയോട്ടയുടെ വാഹനങ്ങൾക്ക് വലിയൊരു മാർക്കറ്റാണുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അർബൻ ക്രൂയിസർ ആയിരിക്കും. ഇപ്പോൾ ഈ വാഹനത്തിന് പുതിയ ചില സർവീസ് വാറൻറ്റികളും മറ്റും ടൊയോട്ട കൊടുക്കുന്നുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം അൺലിമിറ്റഡ് വാറൻറ്റി പോലുള്ള കാര്യങ്ങൾ, അതിന് എക്സ്റ്റൻഡഡ് വാറൻറ്റി, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സർവീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ മുന്നിലാണ് ഈ വാഹനത്തിൻ്റെ പല കാര്യങ്ങളുമെന്ന് കാണാം. പിന്നെ എന്തായാലും ടൊയോട്ടയുടെ ഒരു വാഹനം ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും. ആ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പാക്റ്റ് SUV വാങ്ങിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ നിങ്ങളൊരു ടൊയോട്ട ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം തിരഞ്ഞെടുക്കാം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിലുണ്ട്. തന്നെയുമല്ല, ടൊയോട്ടയുടെ സർവീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ടൊയോട്ടയുടെ വാഹനം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന വാഹനമാണ് അർബൻ ക്രൂയിസർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വാഹന വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. പലരും ചോദിക്കുന്നുണ്ട് നിസ്സാൻ്റെ മാഗ്നൈറ്റ് എവിടെയെന്നുള്ള കാര്യം. മാഗ്നൈറ്റിൻ്റെ മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വാഹന വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.